എൻ്റെ അമ്പോ ഫയർഫോഴ്സ് കാണിച്ചാടാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദിനു ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് അമലിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇന്ന് നമ്മളിത് മാലയിലുണ്ട്. മാൽദീവ്സിൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോണത്. ഇതെന്തോ നമ്മളെ റോഡ് ഫുള്ള് വെള്ളമാണ് കേട്ടോ, ഫ്ലഡോട് ഫ്ലഡ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്ക് ഈ വീഡിയോയിലേക്ക് ചെല്ലാം. ഫുള്ള് കാണേണ്ട കാഴ്ചയാണ് കേട്ടോ, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുക. ഇത് കണ്ടോ, ഫുള്ള് വെള്ളം കേട്ടോ, ഫുള്ള് വെള്ളം. നമ്മൾ നേരെ കയറിക്കാൻ പറ്റാ. ലെഫ്റ്റ് ആയിട്ടുള്ളൂ, വൺ വേ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ്. ഇതുണ്ടോ ഫുള്ള് വെള്ളമാണ് കേട്ടോ, ഫുള്ള് വെള്ളം. ഫുള്ള് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയോട് മഴ, അതിൻ്റെ കൂടെ തന്നെ ഫുള്ള് വെള്ളവും, റോഡെല്ലാം ഫുള്ള് വെള്ളമാണ്. ഓർക്കിഡ് മാവ് വഴിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഓർക്കിഡ് മാവിൽ ഇപ്പോൾ ചെറിയ തോതിൽ വെള്ളമുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ മജീദ് മാവിലോട്ട് ചെല്ലുമ്പോഴേക്കും വണ്ടിയുടെ വീല് മുങ്ങുന്ന രീതിയിൽ, അല്ലെങ്കിൽ സൈലൻസിൽ വെള്ളം കയറുന്ന രീതിയിൽ വെള്ളമുണ്ട്. ഇതിൽ ആഴം താഴ്ച കുറഞ്ഞ സ്ഥലം ഏതാണ്? എങ്ങോട്ട് നമ്മൾ ട്രാവൽ ചെയ്യണത്? ആഴം കുറഞ്ഞെടുത്തോട്ടാണ് പോണതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പം മഴ ഇപ്പം ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ? സമയം രാത്രി 1 മണിയല്ലേ? 1 മണിയായി. ഇന്ത്യൻ ടൈം ഇപ്പോൾ ഒരു 1:30 ആയിട്ടുണ്ടാവും. അതെ, 1:30 ആയിട്ടുണ്ടാവും. നമുക്ക് 1/2 മണിക്കൂർ വ്യത്യാസമുള്ള ടൈം സോണാണ് നമ്മുടെ ഇന്ത്യ. വെള്ളം വെള്ളം വെള്ളം. നമ്മുടെ സുപ്രീം കോർട്ടാണ്. ഇതാണോ? എന്താ പറയുക, കേസുകളൊന്നും എടുത്തിട്ടില്ല. ഇത് വെറുതെ അടച്ചിട്ടേക്കാണ്. അതെന്താ? ഇവിടെ ക്രൈം റേറ്റ് കുറവാണ്. ഓ, അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്. പിന്നെ ഇത് നമ്മുടെ STO കേട്ടോ. ഇവിടെ എല്ലാവരും അത്യാവശ്യം റേറ്റ് കുറഞ്ഞ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം പർച്ചേസ് ചെയ്യാനായിട്ട്. ഇതല്ലേ എന്താ പറയുന്നത്, സൂപ്പർ മാർക്കറ്റ് STO. ചെറിയ ഗ്യാപ്പിനകത്തൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമായിരിക്കും. വെള്ളമാണ്. ഇതിപ്പോൾ മാർക്കറ്റിൻ്റെ സൈഡിലാണ് നമ്മൾ എത്തിയേക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നേരെ പോകണം അല്ലേ? ഇനി നമ്മളിപ്പോൾ പ്രസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ അടുത്ത് എത്തി. മോസ്റ്റ് നമ്മൾ മാലദ്വീപ്സിൻ്റെ പ്രസിഡൻഷ്യൽ ബിൽഡിങ്ങാണ്. അത് ഇവിടുത്തെ എന്ത് രസമല്ല, ആ മഴ പെയ്തിട്ടും ആ ഫ്ലാഗ് ഇങ്ങനെ ഇറന്നുണ്ടോ. ഇതിന് തന്നെ ഈ ഫ്ലാഗ് ഉയർത്താൻ തന്നെ ഒത്തിരി എന്താ പറയുക, നല്ല വെയിറ്റുള്ള ഫ്ലാഗാണ്. ഇതാണോ? ഇതെന്താണ്? ഇത് നമ്മുടെ സൈനിക ക്യാമ്പാണ്. എന്ത് ചെറിയൊരു സ്ഥലമല്ലേ? ഈ ഒരു സൈഡ് നേരെ കടൽ. ഇവിടെ കോസ്റ്റ് ഗാർഡിൻ്റെ ആണ്. കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടുകളൊക്കെയാണ് പാർക്കിംഗ്. അവിടെ പ്രസിഡൻഷ്യൽ ജെട്ടി ഉണ്ട്, പുതിയ പ്രസിഡൻഷ്യൽ ജെട്ടി. അത് വേണമെങ്കിൽ നമുക്കൊന്ന് കാണിക്കാറുണ്ട്. പുതിയതായിട്ട് യൂട്ടേൺ അടിക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടുകളും അല്ലാതെയുള്ള ഒഫീഷ്യലായിട്ടുള്ള വെഹിക്കിളൊക്കെയാണ് പാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഈ ഒരു കൊല്ലം ഒരു 3 മാസമായിട്ടുണ്ട് ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ വന്ന സമയത്ത് ഇതേ മോഡൽ തന്നെയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം. ഈ പാർക്കിൽ വെച്ചിട്ട് ഇത് നമ്മൾ ഈ പാർക്ക്
വാട്ടർ ഡാൻസും കാര്യങ്ങളും അത് തന്നെ വാട്ടർ ഡാൻസും കാര്യങ്ങളൊക്കെ. നമുക്ക് അങ്ങോട്ട് പോകണം. ഇതിപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഏരിയയിലെത്തി. മോസ്റ്റ് ലെഫ്റ്റാ റൈറ്റാ? റൈറ്റ് ഓടിച്ചോ. റോങ് വേ ആണ്, എന്നാലും കുഴപ്പമില്ല. വൺ വേ ആണ്. അപ്പുറത്തൂടെ കറങ്ങി അത് ഇതുവഴി ഇങ്ങനെ ലെഫ്റ്റ് എടുത്തിട്ട് നമ്മുടെ സന്തോഷ് ജോർജ് കുമാർ കാണിച്ചു തന്ന നമ്മുടെ ഫിഷ് മാർക്കറ്റ് ഉണ്ട്. ഇതിപ്പോൾ നട്ടപ്പതിരാണ് കണ്ടോ. ഇതിനകത്താണ് നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ മാലദ്വീപ്സിൻ്റെ സന്തോഷ് ജോർജ് കുമാർ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കയറിയിട്ട് പോകാം. അപ്പുറത്തോട്ട് ഈ വഴി റൈറ്റ് എടുത്തു. നമുക്ക് അപ്പുറത്ത് വഴി ഒന്ന് കയറാം. എന്തായാലും അദ്ദേഹം കാണിച്ചു തന്ന മാർക്കറ്റ് ഇന്നും അതുപോലൊക്കെ തന്നെയാണ്. ആ കളറ് അത് അവർ ഡീൽ ചെയ്യുന്നതൊക്കെ ഒരു മാറ്റമില്ല. റൈറ്റ് ഇതല്ലേ മാർക്കറ്റ്? ഇതാണ് മാർക്കറ്റ്. നമുക്ക് ഫിഷ് മാർക്കറ്റ് 4 നൈറ്റ്. നല്ല ടൈഡ് നല്ല ഹൈ ആണ്. ബോട്ടെല്ലാം പൊങ്ങി ഇങ്ങനെ കയറി കിടക്കും അല്ലേ? യെസ്. ഇതുണ്ടോ വെള്ളം? എന്താ ഇവിടം വരെ കയറി കിടക്കുക. നമുക്ക് കാലുകൊണ്ട് തൊടാം. കടലിലെ വെള്ളം കേട്ടോ ഇത്. അതായത് ഇതുണ്ടോ മാലയുടെ നമ്മുടെ വാട്ടർ ലെവൽ ഒരേ ലെവലാണ് നിൽക്കുന്നത്. അതെ, ഇതുണ്ടോ അത് ഈ കടലിന്റെ ലെവലും നമ്മുടെ കരയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് ചെറിയൊരു എനിക്ക് തോന്നുന്നു 2 അടി വ്യത്യാസം എന്തോ ഉള്ളൂ അല്ലേ? 2 അടി വ്യത്യാസമേ ഉള്ളൂ. ഇത് നേരെ നമ്മുടെ ഇതാണ് കേട്ടോ. ഇതാണ് ഫിഷ് മാർക്കറ്റ് ഇവിടുത്തെ. പക്ഷെ പകലൊക്കെ ഇവിടെ ഫുൾ ആക്റ്റീവ് ആണ് കേട്ടോ. ഫിഷ് മാർക്കറ്റാണിത്. എന്ത് ക്ലീനായിട്ടാണ് അവരുടെ ഇതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഫുള്ള് കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്തിട്ടേക്കാണ്. നാളെ ആണെങ്കിൽ ഇവിടെയൊക്കെ വലിയ വലിയ മീനൊക്കെ കാണും കേട്ടോ. ഇത് കണ്ടോ എന്ത് അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടോ. നല്ല മഴ കേട്ടോ. ഫിഷ് കട്ട് ചെയ്യാനായിട്ട് ആളുകൾ നിൽക്കുന്ന, അതായത് ഇവിടുത്തെ വർക്കേഴ്സ് നിൽക്കുന്ന സ്ഥലമാണ്. അവരുടെ ഇതുണ്ടോ ഇതൊക്കെയാണ് തൊട്ടിരിക്കുന്നത്. പിന്നെ ഫിഷ് കൊണ്ടുവന്നാൽ തന്നെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഏരിയ ആണിത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് അന്ന് കാണിച്ചു തന്നല്ലേ. റംസാൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഒന്നും വലിയ ആക്റ്റീവ് അല്ലാത്തത്. അല്ലെങ്കിൽ ഇവിടെ ഫുൾ ആക്റ്റീവാണ്. അതായത് ഇതിനകത്തൊക്കെ ഇതൊക്കെ ബോട്ടാണ്. പക്ഷെ നമുക്ക് രാത്രി ആയതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ അല്ലാത്ത കേട്ടോ. പകൽ എന്തായാലും ഞാൻ ഈ വീഡിയോ ഫുൾ എടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ ബോട്ടെല്ലാം കരയിലാണ് കിടക്കണേ. ഇവിടെയൊക്കെ ഇച്ചിരി വൃത്തിക്കുറവുണ്ട്. പക്ഷെ അവർ രാവിലെ എല്ലാം ക്ലീനാക്കി ഇടുന്നതാണ്. ഈ എന്ത് വെള്ളമല്ലേ കയറി കിടക്കണേ. ഇതുണ്ട്, ഇത് കടലിൻ്റെ ലെവലാട്ടോ. ഇത് കടൽ ലെവല് കരയുമായിട്ട് എൻ്റെ മോനെ നല്ലൊരു തിരയടിച്ച് കയറി കഴിഞ്ഞാൽ ഫുള്ള് വെള്ളത്തിലാവും. ഇത് കണ്ടോ നോക്ക്. ക്ലിയർ ഇല്ലടാ ഇതോ. ഒന്നും കൂടെ മിന്നലടിച്ചേ. ഇത് കണ്ടോ ഫുള്ള് വെള്ളം ഇനി കയറി കിടക്കുക. സീ നല്ല റഫായിട്ട് കിടക്കുക കേട്ടോ. ഇതുണ്ടോ ബ്രാഞ്ചിന്റെ മുമ്പിലത്തെ വെള്ളം കണ്ടോ. ഇത് കണ്ടോ ഫുള്ള്. BOC ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് കണ്ടോ വെള്ളം കണ്ടോ. വെള്ളം ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതാ അവസ്ഥ ഇവിടുത്തെ. ബോട്ടെല്ലാം ടൈഡ് കയറുന്നതുകൊണ്ട് മുകളിൽ നിൽക്കുന്നത്. കുലുങ്ങണമൊക്കെ കിടന്നു. അയ്യോ ഇത് കണ്ടോ എന്ത് പൊക്കത്തിലല്ലേ. ഇതിപ്പോൾ മഴയുടെ സെക്കൻഡ് ഡേ ആണ്. ഭയങ്കര തിരയടിച്ച് കയറുന്നു. സീൻ റഫാണ്. ഇത് നോക്കിയേ.
ഇതുണ്ടോ കടലുള്ളോ? നല്ല ഫോഴ്സിലാണ് വന്നടിക്കുന്നത്. കാലിൽ വന്ന് അടിച്ചു കയറുന്നത്. ചാമ്പോ സീനാണ് മോനെ, സീനാണ്. കടല് മോനെ, കടല്. അയ്യോ, കാറൊക്കെ മുങ്ങിയാ പോണ കേട്ടോ, മുങ്ങി. ആ കാറിന്റെ പാതി മുങ്ങിയല്ലേ? ഒന്നേ ഇത് അപ്പുറം ഇപ്പുറം ഒന്നും ഒരുപോലെ അല്ല. അതാ പറഞ്ഞ എല്ലാവരും നോക്ക് കാണാല്ല അത്. അതിന്റെ ഇടയിൽ ഹമ്പം. അയ്യോ, എല്ലാ കടകളുടെയും മുമ്പിൽ വെള്ളം കയറാതിരിക്കാനായിട്ട് ട്രാക്കിൽ മണൽ കെട്ടിക്ക്. ഇവരൊക്കെ എന്നെ അല്പം കൂടെ പൊക്കത്തി വെച്ചൂടായിരുന്നോടാ? അവർ ഏകദേശം ഒരു അളവിലാണ് വെക്കുന്നത്. അതിന് മുകളിൽ വെള്ളം ഈ വണ്ടിയൊക്കെ പോകുമ്പോൾ വേവ് വന്നിട്ട് വരും. ഇതൊരു പുതിയ ബിൽഡിംഗ് വന്നേക്കുന്നതാണ്, വസന്തപുര. നല്ല വലിയ ബിൽഡിംഗാണ്. രാത്രി ഏതുകൊണ്ടാണ് ഇവിടുത്തെ എയർപോർട്ട് ജെട്ടിയാണ്. ഫെറി ടെർമിനൽ, എൻവേറൂർ ഫെറി ടെർമിനൽ. എടാ ഞാനേ പുതിയ മോഡലുണ്ട്. രാത്രിയിൽ തന്നെ ഭംഗി നമ്മൾ മാലദ്വീപ്സിന് വേണ്ടിയിട്ട് സൗദി പണിത് കൊടുത്ത പള്ളിയാണ്. രാവിലെ നമുക്ക് നന്നായിട്ട് എടുക്കാം. എന്തായാലും നാളെ രാവിലെ നമ്മളിവിടെ വരുന്നുണ്ട്. ഇത് തന്നെ രാവിലത്തെ വിസിലും കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. മസാല ടീ, മസാല. അപ്പോൾ നമ്മൾ മഴ നനഞ്ഞ് ഭണ്ഡാരം ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇതെന്താ വീഡിയോ എടുക്കുന്നതിന് വീഡിയോ എടുത്തോണ്ടിരിക്കണം അവിടെ. അതെ, ക്യാമറ. ശരിയാ. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല ടീ നല്ല കൈയൊക്കെ വിറച്ച് വളരെ വെളുപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ചായ കൂടി കഴിഞ്ഞു. വീണ്ടും മഴ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങുകയായി. വെള്ളം സർവത്ര. അപ്പോൾ നമ്മൾ ഇതെന്താണ്? ഇതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ബീച്ചിൻ്റെ. ഇവിടെയാണ് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ അകത്തോട്ട് നടക്കുന്നത്. കയറാൻ പറ്റുമോടാ? പോകാൻ പറ്റും. പോയാലോ? ഇവിടെ വയ്ക്കാൻ പറ്റുമോ? വണ്ടി ഇവിടെ വെക്കാം. പിന്നെ ഇവിടെ റമദാനുമായിട്ട് ബന്ധപ്പെട്ട് പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്തതാണ്. പക്ഷേ മഴയായതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. ഇത് കണ്ടോ, നോക്കിയാ എൻ്റെ കാല് കണ്ടോ? വെള്ളം, ഇത്രയും വെള്ളം കേട്ടോ. ആ, 24 സ്റ്റാളുകളൊക്കെ ഓപ്പണാണ്. ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാം നടക്കാൻ വേണ്ടിയിട്ടുള്ള കൊള്ളാല്ലേ ലൈറ്റ് ഇട്ടേക്കണേ. ഓ മോനെ, ഈ സ്രഫിനകത്ത് വെള്ളത്തിൽ വന്ന് കിടക്കണ. എടാ ഒന്ന് കാല് ഓണാണോ? ചൂടാ. ഭയങ്കര റഫാണ്. ഈ ഭയങ്കര റഫാണ്. മഴ കേട്ടോ, സ്റ്റിൽ മഴയാണ്. മഴ പാതിരാത്രി. കുറേ പേര് വെള്ളത്തിലും കിടപ്പുണ്ട് കേട്ടോ, അപ്പുറത്തും കിടപ്പുണ്ട്. റമദാൻ ഡേ 1 അല്ലേ? ഇനിയിപ്പോൾ നൈറ്റ് അവർ ആക്റ്റീവായിട്ട് രാവിലെ അവർ പ്രെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാസ്റ്റിംഗ്. ഇനി ഏത് സമയത്ത് കിടന്ന് ഉറങ്ങൂടെ ഇവര്? അല്ല, നാളെ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റെസ്റ്റിൻ്റെ ആണല്ലോ. ഓ, പറയുമ്പോൾ പകല് കിടന്ന് ഉറങ്ങുമായിരിക്കും അല്ലേ? പ്രെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ അതിന് മഴ കേട്ടോ, ഹെവി മഴ.
ഇതൊരു പാത്ത് വേ ആണ്, നേരെ കടലിലേക്ക് പോകാനുള്ള പാത്ത് വേ ആയിട്ട്. ഇവിടെ എവിടെയെങ്കിലും ബാത്റൂം ടോയ്ലറ്റ് എന്തെങ്കിലും ഉണ്ടോടാ? അവിടെ ഓ ഇവിടം വരെ. ഓ സെറ്റ് മോനെ സെറ്റ്. ഇത് കണ്ടോ കടൽ തീരാ കേട്ടോ. അതെ ഒന്നും കൂടെ അടിച്ച് കയറട്ടെ. അല്ലേ പൊളി വൈബാ കേട്ടോ, പൊളി വൈബ്. ഇത് ഒരു വലിയ കാര്യം കേട്ടോ. ഇവിടെ ടോയ്ലറ്റിൻ്റെ ഒരു ഇതൊക്കെ മാലയിൽ ഇച്ചിരി പൊക്കം കൂടിയ സ്ഥലം കേട്ടോ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത്. കടലിൻ്റെ സീ ലെവലിൽ നിന്നും അത്യാവശ്യം നല്ല പൊക്കമുള്ള ഒരു സ്ഥലമാണ്. എന്നിട്ടും വെള്ളമാണ് ഇവിടെ. എന്നിട്ടും വെള്ളം കേട്ടോ ഇവിടെ. ഇതല്ലേ സ്വിമ്മിംഗ് പൂള്? സ്വിമ്മിംഗ് പൂൾ ഇതാണ്. ഇത് സ്വിമ്മിംഗ് അക്കാഡമിയുടെ ഒരു സ്വിമ്മിംഗ് ഏരിയ ആണ്. അവിടെ കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വെറുതെ പറഞ്ഞ കേട്ടോ ഇത് പൊക്കം കൂടിയ സ്ഥലമൊന്നും. ഇവിടെ നല്ല വെള്ളമാണ്. അടിപൊളിയാട്ടോ പാതിരാത്രി ഇങ്ങനെ വണ്ടി ഓടിച്ചെന്നാണ്. ഇങ്ങോട്ട് വന്നില്ല എന്ന് നഷ്ടമായി പോവായിരുന്നു കേട്ടോടാ. കാണാമോടാ ഇത്? ഒന്നേ ഒന്ന് കാണാല്ലേ? ആ ഇതാ ഇതുപോലെ അതാത് ഇത് നമ്മുടെ മാലയിലെ വെള്ളം കടലിലേക്ക് അടിച്ചു കളയുന്നതാണ്. ഒന്നുമില്ല, ഇതുപോലെ ചെറിയ ചെറിയ സ്പോട്ടുകളല്ലേ. ഇതാണ് നമ്മുടെ സ്റ്റേഡിയം. ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നാണ് പറയുന്നത്. ട്രാക്കും ഉണ്ട് ഇതിൽ. ഇവിടെ ഇനിയിപ്പോൾ റംസാൻ ആയിട്ട് ബന്ധപ്പെട്ട് ക്രിക്കറ്റ് നടക്കുന്നുണ്ട്. അത് തുടങ്ങും. മഴയുണ്ടാണ് തോന്നുന്നു. റംസാൻ ടൈമിൽ ഒരു ഇവിടെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വെക്കുന്നുണ്ട്. വെള്ളം അടിച്ച് കളയാൻ വേണ്ടിയിട്ട് വന്നിരുന്ന ഫയർഫോഴ്സാണ്. ഓ ഇവിടെയുള്ള ഫയർഫോഴ്സുകാർക്ക് നല്ല പണിയുണ്ടല്ലേ. ലെഫ്റ്റ് എടുക്കട്ടാടാ? ആ ലെഫ്റ്റ് എടുത്തോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി വെള്ളം നല്ല കൂടുതലായി. ഇതാണ് നമ്മളിപ്പോൾ അമീനുമാഗുവിലോട്ട് എത്തിയപ്പോൾ. അമീനുമാഗു എൻ്റെ അമ്പോ ഫയർഫോഴ്സ് കാണിച്ചാടാ. ഹോസ്പിറ്റൽ അവിടുത്തെ സ്റ്റാഫാണ് പോകുന്നത്. ഇവിടുന്ന് റൈറ്റ് എടുക്കുമ്പോൾ ഓഫായി അടുത്ത് നേരെ പോട്ടാ. നേരെ വിടില്ല എന്ന് തോന്നുന്നു. ആ വിടുന്നുണ്ട്. നേരെ പോയാൽ നമുക്ക് പണിയാവും. വെള്ളം കയറും. റൈറ്റ് പിടിക്കേണ്ടി വരും. കുറച്ച് ദൂരം പോയിട്ട് വരാം. ആ പോയിട്ട് നമ്മൾ വിടുമോ എന്നുള്ളതും ഡൗട്ടാണ്. IGHM എവിടെയാണ്? IGMS ഇവിടെയാണ്. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അത് വൺ വേ.
അപ്പോൾ അവിടെയൊക്കെ അവിടെയാണ് എൻ്റെ സ്കൂൾ വരുന്നത്. ഞങ്ങൾക്ക് പകലാണ് ഈ മഴയെങ്കിൽ ഞങ്ങൾക്ക് അവധിയാണ്. പിള്ളേർ വന്നാലും പാരൻസിനെ വിളിച്ച് വീട്ടിൽ വിടും. വിളിച്ച് വരുത്തി കുട്ടികളെല്ലാവരും വീട്ടിൽ വിടും. അത് ഇപ്പോൾ അവധി ആയതുകൊണ്ട് അത് ഇത് നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക, ഇരാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇരാഗിൻ്റെ ബിൽഡിംഗ് ആണ്. ഇത് ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റേഡിയമുണ്ട്. ഇപ്പം നമ്മൾ വെസ്റ്റ് സൈഡ്, മാലയുടെ വെസ്റ്റ് സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതൊരു ടർഫ് ഏരിയയാണ്. വെള്ളമാട്ടോ ഇത്. ഈ വലിയ ബിൽഡിംഗ് നമ്മുടെ ധർമാന്തയുടെ ഭാഗമായിട്ട് പോകേണ്ടി വരും. അവിടെ ഒരു ആൾ മുങ്ങി വെള്ളത്തിൽ. ഇനിയുള്ള എല്ലാ റോഡും നമുക്ക് ഭയങ്കര റിസ്ക്കാണ്. മുന്തിക്കൊണ്ട് വരണുണ്ടോ വണ്ടി? ഇവിടെ നിന്ന് അങ്ങോട്ടും നമുക്ക് എന്താ വണ്ടി മുങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങോട്ട് പോയാൽ മുങ്ങില്ല. നേരെ പോയാലും മുങ്ങോ? നേരെ പോയാലും നമ്മൾ, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കരയിൽ വെള്ളം കിടക്കും, കടൽ വെള്ളം. ഇവിടെയൊക്കെ നമ്മൾ വൈകുന്നേരങ്ങളിൽ നടക്കാനും നീന്താനൊക്കെ ആയിട്ട് വരുന്ന സ്ഥലം. ആ ഭാഗത്ത് വെള്ളം കയറി കിടക്കും. കപ്പൽ കിടപ്പുണ്ടല്ലേ? ഈ റഫാണ്. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് കയറ്റി വിടില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. അവിടെ വെള്ളം കൂടുതലാണ്. അങ്ങോട്ട് പോയി നോക്കാം. ഈ റോഡ് ഇത് മജീദുമാവ് റോഡാണ്. ഇതിൻ്റെ മാനുവിൻ്റെ അടുത്തുള്ള നമുക്ക് പോകാൻ ഒന്നും പറയണ്ടല്ലോ. ഇതാണ് റഫാന്ന് വരിക. ഇങ്ങോട്ട് വെള്ളം ഇവിടെ അങ്ങോട്ട് നമ്മൾ വിടുകയില്ല. ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ടേക്കാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ മുങ്ങിത്താഴുന്ന സ്ഥലമാണ് IGMHൻ്റെ റോഡ്. നേരെ പോവല്ലേ? വണ്ടി നേരെ പോകാം. നമ്മുടെ വണ്ടി ഡൗൺ ചെയ്തു. ഞാനുണ്ടെങ്കിൽ കയറില്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങി നടക്കുവാണ്. ഡൗൺ ചെയ്യടാ, ഡൗൺ ചെയ്. ഫസ്റ്റിലാണോ? ഫസ്റ്റിലായിട്ട് കയറിയില്ല. എടുക്കണം, അതോ തള്ളണം അങ്ങോട്ട്? കുറച്ച് തള്ളി വെള്ളത്തിൽ മുങ്ങി. അയ്യോ മുങ്ങിയല്ല, എന്താ വണ്ടിയിൽ നിന്ന് കൊണ്ട് നടക്കുന്നു. അയ്യ, പ്രമുഖ യൂട്യൂബർ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇത് നോക്ക്, വണ്ടി കാണിക്കും. അതിനകത്ത് ഞാൻ കയറി കഴിഞ്ഞാൽ വണ്ടി പോകും. പോവില്ല. പോട്ടെ. കാല് ചീഞ്ഞ് അലിഞ്ഞ് വെള്ളത്തിൽ കൂടെ പോകുന്നു. ഇനിയെല്ലാം ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ വെള്ളം കയറുമ്പോൾ ഊത്ത കയറുന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ കയറില്ല. കാരണം വാട്ടർ ലെവലിൽ ഇപ്പോൾ മാല സിറ്റി കടലിലെ വെള്ളം ഒരേ ലെവലിൽ നിന്നപ്പോഴും നമുക്കൊരു അതെ വരുന്നുണ്ട്. ചീഞ്ഞ വെള്ളമായി ഇപ്പോൾ. മഴ ഏകദേശം നിന്നോട്ടാണ്. ഇല്ല, ഇവിടെയൊക്കെ വെള്ളം കൂടുതലാണ്. നമ്മുടെ വെയിറ്റ് കാരണം കൊണ്ട് വണ്ടി എടുക്കാൻ പറ്റില്ല. ഇങ്ങോട്ടൊന്നും നമുക്ക് ട്രാവലിങ് അനുവദനീയമല്ല. കാരണം സൈലൻസർ മുങ്ങി പോകുന്ന അത്ര വെള്ളമുണ്ട് അവിടെ. എല്ലാവരും തള്ളിയൊക്കെയാണ് വരുന്നത്. പിടിച്ചിരുന്നോ സ്പീഡ് ചവിട്ടുന്ന പറഞ്ഞ പോലെ.
ഷോപ്പൊക്കെ ഓപ്പൺ ആണ് ഇപ്പോൾ. ഫുള്ള് റെക്കോർഡ് ചെയ്തു. നടക്കുവാണോ അത് വണ്ടി ഓടിക്കുവാണോ എന്നൊരു ഡൗട്ടാണ്. എങ്ങോട്ടാണ് ഫ്രാങ്ക്? നീ നടന്നു. വെള്ളാട്ടപ്പാക്കൽ പോകുമ്പോൾ ഉണ്ടാ മക്കളെ ഫുള്ള് വെള്ളാമേ. ഫുള്ള് വെള്ളം. കടയൊക്കെ ഓപ്പണാണ്. അടിപൊളി വിഷ്വൽസൊക്കെ ഉണ്ട്. അത്യാവശ്യം 24 ഓടുന്ന കടകളാണ്. ഇപ്പോൾ ആളുകളുണ്ട്. ഇതിപ്പോൾ റമദാനും കൂടെ ആയതുകൊണ്ട് എല്ലാവരും നൈറ്റ് ലൈഫിലായിരിക്കും. ഓക്കെ, നന്ന കയറട്ടെ. കയറിയപ്പോൾ തന്നെ വണ്ടി വെപ്പായി. നല്ല മജീദ് മകു എത്തില്ലടാ. മജീദ് മകുലാണ് നമ്മളിപ്പോൾ. നമ്മുടെ നാട്ടിൽ എറണാകുളത്ത് MG റോഡ് എന്നൊക്കെ പറഞ്ഞ പോലെ മജീദ് മകു. ഇവിടുത്തെ ലെഫ്റ്റാണ് നമ്മുടെ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ എത്തിയാ ഈ ലെഫ്റ്റല്ലേ വേറെ എന്താ? അല്ല, നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെ അവിടെ ഉള്ളിലിട്ട് അവിടെയൊക്കെ വണ്ടി ഓടുവാണ്. പോട്ടെ നേരം ഭൂമി ഉരുണ്ടതാണെന്ന് നമ്മൾ പിന്നെയും തെളിയിച്ചിരിക്കുന്നു. കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഉള്ളിൽ എത്തണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അവിടെ പറഞ്ഞുകൊണ്ടെന്ന് നോക്കണം. ആ ഭാഗത്ത് ഇത് ഫ്രണ്ട. എവിടെ കയറി? അവിടെ വാതിലല്ലേ, വാതിലിൻ്റെ അവിടെ വെച്ചില്ല. അവിടെ കയറി. ലോക്കാണ്. ഫുള്ള് വെള്ളമാണ്, ഫുള്ള് വെള്ളം, ഒരു രക്ഷയില്ലാത്ത വെള്ളം. അപ്പോൾ ഇന്നത്തെ യാത്രയെല്ലാം നല്ല അടിപൊളിയായിരുന്നു. മാൽദീവ്സിൻ്റെ മാലയിലെ ഫുള്ള് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. മഴ പെയ്ത എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ അമലുവാണ് നമുക്കിന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ കേട്ടോ. ഇവിടുത്തെ കാര്യം ഇത് കണ്ടോ, നമ്മളെ മാൽദീവ്സിൽ മാലയിൽ മഴയത്ത് ഫുള്ള് വെള്ളപ്പൊക്കത്തിൽ ഫുള്ള് കറങ്ങിക്കൊണ്ട് നടക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബായ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടാണ് കേട്ടോ. ബൈ.